ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പരസ്യപ്രചാരണത്തിന് 3 ദിവസം മാത്രം അവശേഷിച്ചിരിക്കെ പഴുതടച്ചുള്ള പ്രചാരണത്തിലാണ് 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ. പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം പ്രചാരണത്തിന് മാറ്റുകൂട്ടുന്നു. വികസനം, ക്ഷേമ പദ്ധതികൾ, സംസ്ഥാന ദേശീയ വിഷയങ്ങൾ എന്നിവയെല്ലാം ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രചാരണത്തിനായി ലഭിക്കുന്ന അവസാന അവധി ദിനത്തിൽ പരമാവധി പേരെ നേരിൽ കാണാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ ബേപ്പൂരിലെ റോഡ് ഷോ, കാട്ടാക്കടയിലെ പൊതുസമ്മേളനം എന്നിവയടക്കം സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പീരുമേടും കൊട്ടാരക്കരയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബി വാമനപുരം, വർക്കല തുടങ്ങിയ മണ്ഡലങ്ങളിലെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നഗരത്തിലും വട്ടക്കിണർ മുതൽ ബേപ്പൂർ BC റോഡ് വരെയും ഗതാഗത നിയന്ത്രണമുണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ബേപ്പൂർ റോഡിൽ മാത്തോട്ടം മുതൽ BC റോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്കിംഗ് ഒഴിവാക്കണം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ UDF പ്രചാരണത്തിനായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് തൃശൂരിലെത്തും. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ പ്രചാരണ പരിപാടികൾക്കായാണ് അദ്ദേഹം മാളയിലെത്തിച്ചേരുന്നത്. ഇന്നലെ ആലപ്പുഴയിലും എറണാകുളത്തുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. LDF ധർമ്മടം മണ്ഡലം സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. CPIM നേതാവ് പ്രകാശ് കാരാട്ട് ഇന്ന് കണ്ണൂർ ജില്ലയിൽ LDF പ്രചാരണ പരിപാടികളെ അഭിസംബോധന ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും UDFനൊപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇന്ന് കണ്ണൂർ ജില്ലയിൽ UDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ നിയമസഭാ മണ്ഡലമാണ് മാഹി. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ മണ്ഡലത്തിൽ പ്രധാന കക്ഷികളെല്ലാം പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. 14,049 പുരുഷന്മാരും 16,188 സ്ത്രീ വോട്ടർമാരുമടക്കം ആകെ 30,237 വോട്ടർമാരുണ്ട്. നിലവിലെ MLA കോൺഗ്രസിലെ രമേശ് പറമ്പത്ത് വീണ്ടും ജനവിധി തേടുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥി T അശോക് കുമാറിനെ ഇടതുമുന്നണി പിന്തുണയ്ക്കുന്നു. ദിനേശിനെയാണ് NDA രംഗത്തിറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമ ബംഗാളിലെ കൂച്ച് ബെഹാറിലെത്തും. കൂച്ച് ബെഹാർ ജില്ലയിലെ 8 സീറ്റുകളിലും അലിപുർദൂർ ജില്ലയിലെ 5 സീറ്റുകളിലും മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികൾക്കായി അദ്ദേഹം പ്രചാരണം നടത്തും. സംസ്ഥാനത്ത് 85 മേൽ പ്രായക്കാർക്കും ഭിന്നശേഷിക്കാർക്കും അനുവദിച്ച ഹോം വോട്ടിംഗിൽ ഇന്നലെ വൈകിട്ട് 7 വരെ 2,20,000-ഓളം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U കേൽക്കർ അറിയിച്ചു. ഇവരിൽ 1,45,000-ലധികം പേർ 85 മേൽ പ്രായമായവരും 60,000-ലേറെ പേർ ഭിന്നശേഷിക്കാരുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടത്തും. ആകെ 2,177 പോളിംഗ് സ്റ്റേഷനുകളിലാണ് ജില്ലയിലുള്ളത്. കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിനായി ബൂത്തിനകത്തും പുറത്തും ക്യാമറകൾ സ്ഥാപിക്കും. മാർച്ച് 31, ഏപ്രിൽ 1, 4 തീയതികളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്ക് തിങ്കളാഴ്ച കോട്ടയം CMS കോളേജിൽ പ്രത്യേക പരിശീലനം നടത്തും. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പരിശീലനം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. ഉയിർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ വിശ്വാസികൾ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ പങ്കാളികളായി. ലോകത്ത് വർദ്ധിച്ചുവരുന്ന യുദ്ധങ്ങളിലും അനീതികളിലും തളർന്നു പോകാതെ സമാധാനത്തിനായി നിലകൊള്ളണമെന്ന് ലിയോ 14 മാർപ്പാപ്പ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് ഈസ്റ്റർ ദിനാശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ജനങ്ങൾ ഐക്യം, സമാധാനം, സാഹോദര്യം എന്നിവയ്ക്കായി ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്നും ഭാവി മെച്ചപ്പെടുത്താൻ കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈസ്റ്റർ ദിന സന്ദേശത്തിൽ കുറിച്ചു. ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും സ്നേഹം, ത്യാഗം, ക്ഷമ, സഹജീവികളോടുള്ള സേവന മനോഭാവം എന്നീ ശാശ്വത മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.